നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീഡർഷിപ്പിനെ മാനേജ്മെന്റിനെ ഒരു ഡിഫറൻസ് ആണ്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതാൻ പറ്റും? ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിന്റെ ഒരു പാർട്ടാണ്. പക്ഷേ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ബ്രോഡർ ആസ്പെക്ട്സ് അല്ലെങ്കിൽ ബ്രോഡർ ടേം ആണ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഒരു പാർട്ട് മാത്രമാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വിഷനെയും പർപ്പസിലേക്കും ആയിരിക്കും ലീഡർഷിപ്പിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വിഷനും അല്ലെന്നുണ്ടെങ്കിൽ പർപ്പസും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലോട്ടായിരിക്കും വിഷനിലേക്കോ പർപ്പസിലേക്കോ ആയിരിക്കും ഫോക്കസ് വരിക. പക്ഷെ മാനേജർ എന്ത് ചെയ്യാനാണ്? ഒരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ തിങ്സും എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യും. അതാണ് എന്ത് ചെയ്യുന്നത്? മാനേജേഴ്സ് ഡു തിങ്സ് എഫിഷ്യൻ്റ്ലി ടു ഗെറ്റ് ബെറ്റർ റിസൾട്ട്. ഇനി ലീഡേഴ്സ് എന്താണ്? ലീഡേഴ്സ് എംപവർ ദ ഫോളോവേഴ്സ്. ഫോളോവേഴ്സിനെ എംപവർ ചെയ്യും ലീഡർഷിപ്പ്. പക്ഷേ മാനേജർ എന്ത് ചെയ്യും? മാനേജർ കൺട്രോൾ സബോർഡിനേറ്റ്സിനെ കൺട്രോൾ ചെയ്യാണ് മാനേജർ ചെയ്യുന്നത്. മാനേജർ കൺട്രോൾ സബോർഡിനേറ്റ്സ് ആൻഡ് ബട്ട് ലീഡേഴ്സ് എംപവർ ഫോളോവേഴ്സ്. ലീഡേഴ്സ് ഫോളോവേഴ്സിനെ എംപവർ ചെയ്യും, പക്ഷേ മാനേജേഴ്സ് എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും സബോർഡിനേറ്റ്സിനെ. നെക്സ്റ്റ് ലീഡേഴ്സ് എംഫസൈസ് ഓൺ കളക്ടിവിറ്റിയിലായിരിക്കും ലീഡർഷിപ്പ് എംഫസൈസ് ചെയ്യുന്നത്. പക്ഷേ മാനേജ്മെന്റ് എംഫസൈസ് ചെയ്യുന്നത് ഇൻഡിവിജ്വലിസം ആയിരിക്കും. അപ്പം കാരണം വെച്ചാൽ മാനേജേഴ്സ് ഓരോ ഇൻഡിവിജ്വലിനെ എടുത്തായിരിക്കും ഇൻഡിവിജ്വൽ ആസ്പെക്ട്സിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ലീഡേഴ്സ് എന്ന് പറയുന്നത് കളക്ടിവിറ്റി ആയിരിക്കും. ഒരു കളക്റ്റീവ് ഗ്രൂപ്പ്, ലീഡറിൻ്റെ തൊട്ട് താഴെയുള്ള എല്ലാ ഗ്രൂപ്പിനെയും എംഫസൈസ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. പിന്നെ പീപ്പിൾ ആർ ലെഡ് ബൈ ഇൻഫോർമൽ ആയിട്ടുള്ള പവർ ആയിട്ടായിരിക്കും പീപ്പിൾസിനെ ലെഡ് ചെയ്യുന്നത്. ഇവിടെ ലീഡേഴ്സ് എന്ന് പറയുന്നത് ലീഡേഴ്സ് ഡയറക്റ്റ് സബോർഡിനേറ്റ് ബൈ യൂസിങ് ഫോർമൽ അതോറിറ്റി. ഇവിടെ ലീഡേഴ്സ് സബോർഡിനേറ്റ്സിനെ ഡയറക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജേഴ്സ് സബോർഡിനേറ്റ്സിനെ ഡയറക്റ്റ് ചെയ്യുന്നത് ഫോർമൽ അതോറിറ്റി വെച്ചിട്ടാണ്. മറ്റേടെ പീപ്പിൾ അല്ലെങ്കിൽ ലീഡേഴ്സ് അവരുടെ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ ഡയറക്റ്റ് ചെയ്യുന്നത് ഇൻഫോർമൽ പവർ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ എന്താണ്? Leadership creates system that manage and changes them in the fundamental ways. Makes systems to work throughout the years. അതായത് ഒരു ലീഡർഷിപ്പ് ഒരു സിസ്റ്റം ഓഫ് ആൾക്കാരെയാണ്, ഗ്രൂപ്പിനെയാണ് എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കുന്നത്. അതേസമയം മാനേജേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വർഷങ്ങളോളം വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള സിസ്റ്റംസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ എന്താണ്? ലീഡേഴ്സ് എന്ന് വെച്ചാൽ പ്രൊആക്റ്റീവ് ആണ്, പക്ഷേ മാനേജേഴ്സ് എന്ന് പറയുന്നത് റിയാക്റ്റീവ് ആണ്. പ്രൊആക്റ്റീവ് ആണ് ലീഡേഴ്സ്, പക്ഷേ മാനേജേഴ്സ് റിയാക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ. വേണമെങ്കിൽ സോഴ്സ് ഓഫ് പവർ ഈസ് എ പേഴ്സണൽ എബിലിറ്റീസ് ഓഫ് എ ലീഡർ ആണ്. സോഴ്സ് ഓഫ് പവർ ഈസ് എ അതോറിറ്റി ഡെലിഗേറ്റഡ് ബൈ ദ പൊസിഷൻ ആണ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ എഴുതാം. സോഴ്സ് ഓഫ് പവർ, അതായത് ലീഡറിൻ്റെ സോഴ്സ് ഓഫ് പവർ എന്ന് പറയുന്നത് പേഴ്സണൽ എബിലിറ്റീസ് ആണ്. സോഴ്സ് ഓഫ് പവർ എന്ന് പറയുന്നത് ഒരു ലീഡർ നല്ല രീതിയിൽ ഒരു പവറായിട്ട് നിൽക്കണമെങ്കിൽ ആ ഒരു ലീഡറിന് ഒരു പേഴ്സണൽ എന്തായിരിക്കണം? ഒരു പവർ ഉണ്ടായിരിക്കണം, ഒരു സോഴ്സ് ഓഫ് പവറിന് ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം. പക്ഷേ മാനേജേഴ്സിൻ്റെ കേസിലെന്ന് പറയുന്നത് ആ ഒരു ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫോർമൽ അതോറിറ്റിയുടെ അല്ലെങ്കിൽ പുള്ളി ഇരിക്കുന്ന ആ ഒരു പൊസിഷനാണ് പവർ എന്ന് പറയുന്നത്. പക്ഷേ ലീഡർ എന്ന് പറയുമ്പോഴത്തേക്കും ലീഡറിൻ്റെ പേഴ്സണൽ എബിലിറ്റിയാണ് ഇവിടെ പവറായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ വിഷനെയും നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പർപ്പസസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ എഫിഷ്യൻ്റ് ആയിട്ട് തിങ്സിനെ ചെയ്തിട്ട് ബെറ്റർ റിസൾട്ട് കിട്ടാനാണ്. അപ്പോൾ ഒരു 4-5 പോയിൻ്റൊക്കെ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതലുള്ളവർക്ക് ഈ ഒരു ഫോട്ടോ കൂടുതൽ വായിക്കാനാണ്.